നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ദാറ്റ് ഈസ് ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ നമ്മൾ +2 +1 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ എന്ത് സെല്ലാണ്? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെൽസിനെയാണ് നമ്മൾ ഗാൽവാനിക് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യണം. An electrochemical cell or galvanic cell is a device in which chemical energy is converted into electrical energy as a result of an indirect redox reaction occurring inside it. അപ്പോൾ ഇതാണ് ഒരു ഗാൽവാനിക് സെല്ലിൻ്റെ കോമൺ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു സെല്ലിൽ എന്തെല്ലാം ഭാഗങ്ങൾ വരുന്നുണ്ടെന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയണത്. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിൽ 2 ഹാഫ് സെൽസ് ഉണ്ട് അല്ലേ? ഒരു ആനോഡ് ഹാഫ് സെല്ലും ഒരു കാഥോഡ് ഹാഫ് സെല്ലും ഉണ്ട്. ഇതിൽ എന്തെല്ലാമാണ് കാണുന്നത്? ഇതൊരു ഇലക്ട്രോഡാണ്. ഇപ്പോൾ സിങ്ക് ഇലക്ട്രോഡ് ആണ് എങ്കിൽ സിങ്ക് റോഡ്, അത് സിങ്ക് സൾഫേറ്റ് ഇലക്ട്രോലൈറ്റിലാണ് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇനി കോപ്പർ റോഡാണ് എങ്കിൽ അത് കോപ്പർ സൾഫേറ്റ് ഇലക്ട്രോലൈറ്റിലാണ് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. പിന്നെന്താ നിങ്ങൾ കാണുന്നത്? ഇവിടെ നെഗറ്റീവ് ചാർജും ഉണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട്. ഈ ഒരു സെല്ലിൻ്റെ പേര്, നെഗറ്റീവ് ചാർജുള്ള സെല്ലിൻ്റെ പേര് ആനോഡ് എന്നാണ്. ഇതൊക്കെ ഒന്ന് പെൻസിലുകൊണ്ട് ഇവിടെ എഴുതി വെക്കുന്നത് നന്നായിരിക്കും, പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി. സോ ആനോഡിന് നെഗറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജുള്ള സെല്ലിൻ്റെ പേരാണ് കാഥോഡ്. കാഥോഡിന് പോസിറ്റീവ് ചാർജാണ്, എഴുതി വെക്കണം. ഇനി ഇതൊരു മെറ്റൽ വയറാണ്. ഇത് നമ്മളൊരു അമീറ്റർ വഴി യോജിപ്പിച്ചിട്ടുണ്ട്. അമീറ്റർ എന്തിനായിരിക്കും? ഇവിടെ എത്ര കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എത്ര ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് അമീറ്റർ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ 2 ഇലക്ട്രോലൈറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അല്ലേ? സോൾട്ട് ബ്രിഡ്ജിൽ അഗാർ ജെല്ലും KCl സൊല്യൂഷനാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അത് 2 സെല്ലും തമ്മിലുള്ള ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2 തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല, പകരം സോൾട്ട് ബ്രിഡ്ജ് വഴിയാണ് കോൺടാക്റ്റിലുള്ളത്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ സെല്ല്, ഈ ഒരു ഗാൽവാനിക് സെല്ല് കംപ്ലീറ്റ് ആവാനും വേണ്ടിയാണ് സോൾട്ട് ബ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. അപ്പം ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. കാഥോഡിൽ റിഡക്ഷനുമാണ് സംഭവിക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട്, ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഇനി ഓരോ ഹാഫ് സെല്ലിനെയും എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ നോക്കൂ, ഇത് നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിങ്ക് റോഡ്, സിങ്ക് സൾഫേറ്റ് അല്ലേ ഡിപ്പ് ചെയ്തത്. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? Zn ഇടുക, ബാർ Zn2+. ഇത് ഇലക്ട്രോഡിനെയും ഇത് ഇലക്ട്രോലൈറ്റിനെയും, അക്വസ് 1 മോളാർ എഴുതിയ കണ്ടില്ലേ, ഇലക്ട്രോലൈറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ ഹാഫ് സെല്ലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? കോപ്പർ റോഡ് എന്നിടുക, ബാർ Cu2+. ഇത് കോപ്പർ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ഒക്കേഴ്സ് ഈസ് കോൾഡ് എന്താ? ആനോഡ്. ആൻഡ് ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് റിഡക്ഷൻ ടേക്ക് പ്ലേസ് ഈസ് കോൾഡ് കാഥോഡ്. ഇതൊക്കെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി അല്ലേ? ഇനി പറയാനുള്ളത് എന്താണ് സെൽ ഡയഗ്രാം എന്നുള്ളതാണ്. നിങ്ങളോട് പറയാണ് ഗാൽവാനിക് സെല്ലിൻ്റെ സെൽ ഡയഗ്രാം എഴുതാൻ. അത് എഴുതാൻ ചോദിച്ചാൽ ഈ ഒരു സാധനമാണ് എഴുതേണ്ടത്. എന്താ അപ്പോൾ ഇത് ബോക്സിലാക്കി വെക്കാം. സെൽ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ആ സെല്ലിൻ്റെ ഈ ഒരു സിംഗിൾ ബാറും ഡബിൾ ബാറൊക്കെ വെച്ച് എഴുതുന്ന ഈ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽ ഡയഗ്രാം. അപ്പോൾ സെൽ ഡയഗ്രത്തിൻ്റെ ഒരു ഭാഗം എങ്ങനെ എഴുതാമെന്നൊന്ന് ഞാൻ കാണിക്കാം. ആദ്യം സെൽ ഡയഗ്രം എഴുതുന്ന സമയത്ത് നമുക്കറിയാം, ഇങ്ങനെയല്ലേ സാധാരണ. ഇപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗാൽവാനിക് സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടേക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, ഇവിടേക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ഇത് ലെഫ്റ്റിലെ സെല്ലും ഇത് റൈറ്റിലെ സെല്ലും ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റേഷൻ എഴുതുമ്പം ലെഫ്റ്റ് സെല്ലിനെ വേണം ആദ്യം എഴുതാൻ. ഇവിടെ ആരായിരുന്നുള്ളത്? സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ Zn(SO4). ഇവിടെ കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ CuSO4 ആണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതണം. എങ്ങനെ എഴുതുക? സിങ്ക് റോഡിനെ വേണം ആദ്യം എഴുതാൻ. ആദ്യം നമ്മൾ എന്താ എഴുതുക? ആദ്യം മെറ്റലിന് എഴുതണം, ഒരു ബാർ ഇടണം, പിന്നെ ഇലക്ട്രോലൈറ്റിന് എഴുതണം, എന്നിട്ട് 2 ബാർ ഇടണം. ഈ ഡബിൾ ബാറിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സോൾട്ട് ബ്രിഡ്ജാണ്. ഈ നടുവിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സോൾട്ട് ബ്രിഡ്ജ് ഇല്ലേ, അതാണ് ഡബിൾ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 സെല്ലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടാണല്ലേ. ഇനി ഈ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്ത് നമ്മൾ റൈറ്റ് സൈഡിലുള്ള സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇവിടെ മെറ്റലായി വിചാരിച്ച് ഇവിടെ മെറ്റൽ എഴുതരുത് കേട്ടോ. ഇലക്ട്രോലൈറ്റുമാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 ബാറിൻ്റെ ഈ സോൾട്ട് ബ്രിഡ്ജിൻ്റെ അപ്പുറം ഇപ്പുറം ആര് വേണം? ഇലക്ട്രോലൈറ്റ് വേണം. എന്നിട്ട് ഒരു ബാർ ഇട്ടിട്ട് വീണ്ടും നമ്മളിവിടെ മെറ്റലാണ് എഴുതാം.
അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഗാൽവാനിക് സെല്ലിൻ്റെ ഒന്ന് എഴുതി നോക്കാം. ഗാൽവാനിക് സെല്ലിൽ ലെഫ്റ്റ് സൈഡിലെ മെറ്റൽ ഏതാണ്? സിങ്ക്. അപ്പോൾ സിങ്ക് റോഡ്, ഇവിടെ ഒരു സിംഗിൾ ബാർ ഇടുക. ഇലക്ട്രോലൈറ്റ് സെരൻ 2+ ആണ്. ഡബിൾ ബാർ ഇട്ടാൽ ദാറ്റ് ഈസ് സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഇനി ഇവിടെ Cu2+ ആണ് സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്ത് വരിക. ഇവിടെയുള്ള മെറ്റൽ Cu. അപ്പോൾ ഇതാണ് നമ്മൾ ഗാൽവാനിക് സെല്ലിൻ്റെ സെൽ ഡയഗ്രാം. ടെക്സ്റ്റിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ബോക്സിലാക്കി വെക്കാം. ഇനി ഈ ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷനും എഴുതിയിട്ടുണ്ട്. ആനോഡിൽ ഓക്സിഡേഷനാണ് നടക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. സോ സെരൻ 2++2 ഇലക്ട്രോൺ ആയിട്ട് മാറും. കാഥോഡിൽ റിഡക്ഷനാണ് നടക്കുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ Cu2+2 ഇലക്ട്രോണെ സ്വീകരിച്ച് കോപ്പർ സോളിഡ് ആയിട്ടാണ് മാറുക. ഓവറോൾ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ 2 ഇലക്ട്രോൺ ഇവിടെയും കോമൺ അവിടെയും കോമൺ വെട്ടി വെട്ടി പോകും. ബാക്കിയുള്ളത് ആരാ? സെരൻ പ്ലസ് Cu2+ ഗീവ് സെരൻ 2++ Cu. ഇതാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ. സോ ഓക്സിഡേഷൻ എഴുതി, റിഡക്ഷൻ എഴുതി, ആൻഡ് റിഡോക്സ് റിയാക്ഷനും എഴുതാം. അപ്പോൾ ഇത്രയാണ് നമ്മളെ സെൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സെൽ ഡയഗ്രത്തിൽ പറയാനുണ്ടായിരുന്നത്. ഇനി ഇവിടെ കാണാം സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? 2 ഹാഫ് സെല്ലിൻ്റെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത്. സോൾട്ട് ബ്രിഡ്ജിൻ്റെ മെയിൻ ഫങ്ഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് കംപ്ലീറ്റ് ദ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സോൾട്ട് ബ്രിഡ്ജ്. ആൻഡ് രണ്ടാമത്തെ എന്താണ്? ഇറ്റ് പ്രിവെൻറ്റ് അക്യുമുലേഷൻ ഓഫ് ചാർജസ് ഇൻ ദ 2 ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഓഫ് ദ സെൽ. അതായത് ഒരു ഹാഫ് സെല്ലിൽ നിന്ന് മറ്റേ ഹാഫ് സെല്ലിലേക്ക് അയോൺസ് പോവാതെ ഡയറക്റ്റായിട്ട് മൂവ് ചെയ്യാതെ ഇത് സംരക്ഷിക്കും. പകരം ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എങ്കിൽ സോൾട്ട് ബ്രിഡ്ജ് അതിൻ്റെ അയോൺസിനെ K+N Cl- വിട്ടുകൊടുക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. മൂന്നാമത്തെ എന്താ? ഇറ്റ് മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ 2 ഹാഫ് സെൽസ്. 2 ഹാഫ് സെല്ലിൻ്റെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇത് അതിൻ്റേതായിട്ടുള്ള അയോൺസ് വിട്ടുകൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി നാലാമത്തത് ഇറ്റ് പ്രിവെൻറ്റ് മെക്കാനിക്കൽ മിക്സിംഗ് ഓഫ് ദ 2 ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. 2 ഹാഫ് സെല്ലിലെയും ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ തമ്മിൽ മിക്സ് ചെയ്യാതെ ഈ സോൾട്ട് ബ്രിഡ്ജ് രക്ഷിക്കും. അപ്പോൾ ഇങ്ങനെ 4 ഫങ്ഷൻസ് ആണ് സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഉള്ളത്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് എക്സാമിൽ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അവിടെ എക്സാം എന്ന് എഴുതി വയ്ക്കുക. ഇനി അടുത്തത് വരുന്നത് ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ല് നമ്മളിപ്പം പറഞ്ഞ സെയിം ഗാൽവാനിക് സെല്ല് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്തില്ല? സോൾട്ട് ബ്രിഡ്ജ് ഇല്ല. അവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ. സോൾട്ട് ബ്രിഡ്ജ് ഇല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാക്കിയെല്ലാം നമ്മൾ ഗാൽവാനിക് സെല്ലിനെ പോലെ തന്നെയാണ്. സിങ്ക് റോഡ് ഡിപ്പിഡിൻ സിങ്ക് സൾഫേറ്റ്, കോപ്പർ റോഡ് ഡിപ്പിഡിൻ കോപ്പർ സൾഫേറ്റ്, വോൾട്ടിമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പോറസ് മെംബ്രെയിൻ ആണുള്ളത്. ഇവിടെ എന്തല്ല? സോൾട്ട് ബ്രിഡ്ജ് ഇല്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ. സെൽ റിയാക്ഷനും സെയിം ആണ് നമ്മൾ ഗാൽവാനിക് സെല്ലായിട്ട്. അപ്പോൾ ഇതൊന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഹാഫ് സെല്ല് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം ഈ ഇലക്ട്രോഡിലെ മെറ്റൽ ഇവിടെ ഇലക്ട്രോണിനെ ബാക്കി വെച്ചിട്ട് Mn2+ ആയിട്ട് മേ ബി അത് സൊല്യൂഷനിലേക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു റോഡിന് പോസിറ്റീവ് ചാർജും സൊല്യൂഷൻ നെഗറ്റീവ് ചാർജും കിട്ടും. അതേസമയം വേറൊരു റിയാക്ഷൻ കൂടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഈ സൊല്യൂഷനിലുള്ള Mn2+ അയോൺസ് ഇവിടെയുള്ള ഇലക്ട്രോണിനെ സ്വീകരിച്ച് മെറ്റൽ ആറ്റമായിട്ട് റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അങ്ങനെ പോകുന്ന സമയമാണെങ്കിൽ ഈ ഒരു സൊല്യൂഷന് നെഗറ്റീവ് ചാർജും റോഡിന് പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ എങ്ങനെയാണെങ്കിലും 2 ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കുമ്പം മേ ബി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഈ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ഇടയിൽ ഉണ്ടാവുക. ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യണം. സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് എ മെഷർ ഓഫ് ദ ടെൻഡൻസി ഓഫ് എൻ ഇലക്ട്രോഡ് ടു lose or gain electron and is a equilibrium potential difference developed due to the separation of charges at the metal solution interface when a metal is kept in contact with a solution of its own ions. ഈ ഒരു പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യണം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള ആളാണ് ദ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് SHE. ഷീ എന്ന് എഴുതുമല്ലോ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇതാണ് SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതിനെ ഷോർട്ടായിട്ട് വിളിക്കുന്ന പേര്. ക്വസ്റ്റ്യൻ പേപ്പറിൽ SHE എന്ന് കാണാനേ ചാൻസ് ഉള്ളൂ. അതിന് ഓൾസോ NHE എന്നും വിളിക്കാറുണ്ട്. NHE എന്ന് പറഞ്ഞാൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്.
ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നറിയോ? ഇത് ഒരു റെഫറൻസ് ഇലക്ട്രോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗാൽവാനിക് സെൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? 2 ഹാഫ് സെല്ലായിട്ട് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക അല്ലേ? ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഒരു ഇവിടെയൊക്കെ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഒരു ഇവിടെ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാവും. ഇതാണ് നമ്മൾ സാധാരണ ഒരു ഗാൽവാനിക് സെല്ല്. സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്, കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്. നമുക്കിതിൽ രണ്ടും കൂടെ ഉള്ള EMF ആണ് നമുക്കിവിടെ മെഷർ ചെയ്തിട്ട് ഗാൽവനോമീറ്ററിൽ വോൾട്ട് മീറ്ററിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഹാഫ് സെല്ലിൻ്റെ അല്ലെങ്കിൽ ഹാഫ് സെല്ലിൻ്റെ മാത്രം പൊട്ടൻഷ്യൽ കാണണമെന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ നമുക്ക് ഇതിൻ്റെ മാത്രം, ഇതിപ്പോൾ സിങ്ക് അല്ലേ, സിങ്ക് ഹാഫ് സെല്ലാണ്, സിങ്ക് ഹാഫ് സെല്ലിൻ്റെ മാത്രം പൊട്ടൻഷ്യൽ കാണണമെന്ന് വിചാരിക്കാം. അപ്പോഴാണ് നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഈ കോപ്പറിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൻസ് ഇലക്ട്രോഡ് കണക്ട് ചെയ്യും. ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന റെഫറൻസ് ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ റെഫറൻസ് ഇലക്ട്രോഡിൻ്റെ വോൾട്ട് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ്. നമുക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ EMFൻ്റെ വാല്യൂ അറിയാവുന്ന സെല്ലിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത്. ഈ റെഫറൻസ് ഇലക്ട്രോഡിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ കഴിഞ്ഞിട്ട് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറിയാമെങ്കിൽ ഇതിൻ്റെ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അത്തരത്തിലുള്ള ഒരു റെഫറൻസ് ഇലക്ട്രോഡാണ് SHE അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇനി അതിൻ്റെ റെപ്രസെൻറ്റേഷനും കാര്യങ്ങളും നോക്കാം. അതിന് മുന്നേ ഈ ഒരു പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യണം. It is impossible to measure experimentally the absolute value of a single electrode potential because a half cell cannot function itself. ഒരു ഹാഫ് സെല്ലിന് ഒറ്റയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. Only the difference in the potential between the two electrodes can be measured by coupling them to form a galvanic cell. Hence, what is possible is to determine the potential of an electrode related to reference electrode whose potential is orbitally fixed. പൊട്ടൻഷ്യൽ ഫിക്സ് ആക്കിയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ അറിയാത്ത സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. ആ ഒരു മെത്തേഡിനെയാണ് റെഫറൻസ് ഇലക്ട്രോഡ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. റെഫറൻസ് ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് ഹാഫ് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കാണാം. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിൽ ഉള്ള ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കൂ. ഒരു പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം ഫോയിൽ ഉണ്ട്. ഓക്കെ, അത് പ്ലാറ്റിനം വയറായിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടായിട്ട് നമ്മൾ മറ്റേ സൈഡിലുള്ള ഹാഫ് സെല്ലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റിനം വയർ വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലാറ്റിനം വയറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് 1 ബാർ ഹൈഡ്രജൻ ഗ്യാസിന് ബബിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് 1 മോളർ HCl സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 മോളർ HCl സൊല്യൂഷനിലേക്ക് പ്ലാറ്റിനം വയർ വഴി നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിന് ബബിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡ് അങ്ങനെ വൈഡായിട്ട് യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഈ ഹൈഡ്രജൻ ഗ്യാസ് അത് അത്ര എക്സ്പെൻസീവ് ആയ കാരണം, നമുക്ക് ലഭ്യമല്ലാത്തത് കാരണം ഈ ഒരു മെത്തേഡ്, ഈ ഒരു റെഫറൻസ് ഇലക്ട്രോഡ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പകരം വേറെ റെഫറൻസ് ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ ആണല്ലോ. ഇനി അതെന്താണ് അതിൻ്റെ ഹാഫ് സെൽ റിയാക്ഷൻ, അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. ഇതാണ് അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ. PT, ഇത് PT H2 ബാർ. ഇതാണ് ഒന്നിൻ്റെ ഇലക്ട്രോഡ്. അത് എന്തിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്? HCl ഇലക്ട്രോലൈറ്റിൽ. ദാറ്റ് മീൻസ് H+ അക്വസ് 1 മോളറാണ് ഇലക്ട്രോലൈറ്റ്. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ റെപ്രസെൻറ്റേഷൻ. എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഇതും കൂടെ എഴുതിയാലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതും കൂടെ എഴുതണം. ഇനി കാണാം, ഈ ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ വോൾട്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈസി ആയില്ലേ. അപ്പോൾ നമുക്കിങ്ങനെ 2 ഹാഫ് സെല്ല് തന്നു, ഒരു ഹാഫ് സെല്ല് തന്നു. ഇവിടെ സിങ്ക് റോഡ് ഉണ്ട്, ഇവിടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഫിക്സ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ വോൾട്ട് മീറ്ററിൽ ഇപ്പം സംതിങ് 7.6 വോൾട്ട് കാണിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഓൾറെഡി 0 അല്ലേ. ഇത് ഈ ഒരു സിങ്ക് ഹാഫ് സെല്ലിൻ്റെ വാല്യൂ ആയിരിക്കും അപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇത് മൈനസ് ഇത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ ശരിക്കും എഴുതി കാണിക്കുക. അപ്പോൾ ഇത് 0 ആയ കാരണം മൈനസ് ഇത് ചെയ്യുമ്പോൾ 7.6 കിട്ടിയെങ്കിൽ അത് ഈ ഒരു ഹാഫ് സെല്ലിൻ്റെ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വോൾട്ട് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അത് തന്നെയാണ് മെഷർമെൻറ്റ് ഓഫ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ ഒരു പാരഗ്രാഫിൽ പറയണത്. ഇനി ഇവിടെ കാണാം IUPAC സൈൻ കൺവേർഷൻ. IUPAC സൈൻ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഈ EMFൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ഈ E0 സെൽ, അതാണ് ഇവിടെ കിട്ടുന്ന EMFൻ്റെ വാല്യൂ. സോറി, ഈ സെല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ആനോഡ് ഹാഫ് സെൽ ആണ് എങ്കിൽ, ആനോഡിലാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് സെല്ല് വെച്ചതെങ്കിൽ
നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ആയാണ് കിട്ടുക, പക്ഷെ നെഗറ്റീവ് ആയിരിക്കും. കാഥോഡിലാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അതാണ് സൈൻ കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കാണാം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് കാണാം. എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാലോ? ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോഡിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇനി അത് എപ്പോഴാണ് സ്റ്റാൻഡേർഡ് ആവുന്നത്? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, നമ്മളെടുക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 1 mol per ലിറ്ററും പ്രഷർ 1 bar, നമ്മൾ അതിലേക്ക് എന്താ പറയുക ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാസിൻ്റെ പ്രഷർ 1 ബാറും ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ദാറ്റ് ഈസ് 298 കെൽവിനും ആണ് എങ്കിൽ ഈ കണ്ടീഷനിൽ ഉള്ള ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോഡിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യണം. അപ്പം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് എന്നതിനെ കാണിക്കാൻ വേണ്ടി ഓൾവേസ് മുകളിൽ ഒരു 0 അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ 0 എന്നാണ് പറയാം, അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ E0 സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ്. നമ്മളെപ്പോഴും കാഥോഡ് എവിടെയാണ് വരയ്ക്കുക? ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇത് ആനോഡും ആൻഡ് ഇത് കാഥോഡുമാണ് അല്ലേ? ഈ കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ വോൾട്ട്മീറ്ററിൽ എഴുതി കാട്ടുന്നത്. സോ E0 സെല്ലിൻ്റെ ഇക്വേഷൻ എന്താ? E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഇത് ബോക്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമ്മളിവിടെ ഗാൽവാനിക് സെല്ലിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതിയിട്ടുണ്ട്. ഗാൽവാനിക് സെല്ലിൻ്റെ ആനോഡായിട്ട് സിങ്ക് റോഡ് ഇലക്ട്രോലൈറ്റും കാഥോഡായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ ഹൈഡ്രജൻ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയാണ്. ഇത് വെച്ച് എങ്ങനെയാണ് സിങ്ക് റോഡ് സിങ്ക് ഇലക്ട്രോലൈറ്റിൻ്റെ വോൾട്ട് കാണാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക, ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് EMF വോൾട്ട്മീറ്ററിൽ കാണിക്കുന്നത് 0.76 ആയിരിക്കും. ഓക്കെ, 0.76 ആയിരിക്കും കാണിക്കുക. പക്ഷേ ഈ സിങ്ക് നിൽക്കുന്നത് ആനോഡിൻ്റെ പൊസിഷനിലായ കാരണം ഈ വാല്യൂനോട് നമ്മൾ നെഗറ്റീവ് എഴുതി കൊടുക്കണം. ഇനി ഇവിടെയാണ് എഴുതിയിരുന്നെങ്കിലോ, കാഥോഡിൻ്റെ ഭാഗത്താണ് എഴുതിയത് എങ്കിൽ അവിടെ പോസിറ്റീവ് ഇട്ടാണ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആനോഡിൽ ഫിറ്റ് ചെയ്യുന്നതിനൊക്കെ നെഗറ്റീവ് ഇട്ട് ഇവിടെ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും ഓൾവേസ്. അതിന് നെഗറ്റീവ് ഇട്ടാലേ ആ ഇലക്ട്രോഡിൻ്റെ ഈ വോൾട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ കോപ്പറിനെ നോക്കൂ. ഇപ്പോൾ നോക്കൂ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ നമ്മൾ എവിടെ വെച്ചു? ആനോഡിക് ഭാഗത്തിൽ വെച്ചു. കോപ്പർ നമ്മൾ കാഥോഡിലാണ് വെച്ചത്. അപ്പോൾ വോൾട്ട് മീറ്ററിൽ എഴുതി കാണിച്ചത് 0.34 വോൾട്ടാണ് എങ്കിൽ ഈ കോപ്പർ കാഥോഡിൻ്റെ ഭാഗത്തായ കാരണം വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് 0.34. ഇതിനെയാണ് നമ്മൾ സൈൻ കൺവേർഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പാർട്ടാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ അതൊരു സീരീസാണ്. എന്താ പറയുക, റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവിൽ നിന്നും ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവിലേക്ക് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു സീരീസിനെയാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്യാം. ഞാൻ സീരീസ് കാണിക്കാം. ഇതാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഓക്കെ, ഇത് നോക്കൂ. ഇപ്പം E0 വാല്യൂസ് ഇപ്പം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവാണ് ഇവിടെ, -3.05 ആണ്. അതാർക്കാണ് തീരെ കുറവ്? ലിഥിയത്തിനാണ്. അപ്പോൾ കുറവിൽ നിന്നും കൂടുതലിലേക്ക്, ദാറ്റ് മീൻസ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസിന് സീരീസിൽ എഴുതിയിരിക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് വിളിക്കുന്നത്. ഇത് 2 മാർക്കിന് ചോദിക്കാറുണ്ട്, വാട്ട് യു മീൻ ബൈ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന്. ഓക്കെ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആർക്കാം? +2.87 പ്ലാറ്റിനത്തിനാണ്. ഓക്കെ, ഇനി ഈ ഒരു സീരീസിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതിൻ്റെ അർത്ഥം ഈ ഒരു എലമെൻറ്റ് ഈ ഒരു ഭാഗത്ത് കാണുന്ന ആൾക്കാരായിരിക്കും മോസ്റ്റ് ഈസിലി ഓക്സിഡൈസബിൾ ആയിട്ടുള്ള ആൾ. അതുപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റും പെൻസിലോണ്ട് ഇവിടെ എഴുതി വെക്കുക. താഴെ കാണുന്ന ആളെ എന്തായിരിക്കും? ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ് കുറവ് കാണിക്കുന്നതെങ്കിൽ കൂടുതൽ കാണിക്കുന്ന ആൾ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് മോസ്റ്റ് ഈസിലി ഓക്സിഡൈസബിൾ ആണെങ്കിൽ ഇവിടെ മോസ്റ്റ് ഈസിലി റെഡ്യൂസബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ പറയുക എന്താണെന്ന് വെച്ചാൽ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവുള്ള ആൾ ആനോഡിലും ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ള ആൾ ആനോഡിലും കാഥോഡിൽ നമ്മൾ എപ്പോഴും സെല്ലിലാക്കി വെക്കുക ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ള ആളെയാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 2 വാല്യൂ തന്നിട്ടുണ്ട്, കോപ്പറും സിങ്കും തന്നു. അതിൽ കോപ്പറിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ പോസിറ്റീവും സിങ്കിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവുമാണ് നമുക്ക് തന്നത്. എന്നിട്ട് ചോദിക്കുക അതിൽ ഏതിന് ആനോഡിൽ വെക്കണം, ഏതിന് കാഥോഡിൽ വെക്കണമെന്ന്. അപ്പോൾ എന്താ ചെയ്യുക? നെഗറ്റീവ് വാല്യൂ ഉള്ളതിന് ആനോഡിലും, അതായത് കുറവ് വാല്യൂ ഉള്ളതിന് ആനോഡിലും കൂടുതൽ വാല്യൂ ഉള്ളതിന് കാഥോഡിലും വെക്കാം. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ആനോഡിനെയും കാഥോഡിനെയും സെലക്ട് ചെയ്യുക.
ഇനി രണ്ടാമത്തെ കാണാം ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ചിട്ട് നമുക്ക് ഏതിനെ ആനോഡിൽ വെക്കണം ഏതിനെ കാഥോഡിൽ വെക്കണം കാണാം. ഇത് നമ്മളിപ്പം പറഞ്ഞു. ഇനി മൂന്നാമത്തെ വെച്ചാൽ ദ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഹെൽപ്പ് അസ് ടു പ്രെഡിക്ട് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനെ ഞാൻ കാണിക്കാം. ഒരു ടിൻ എടുത്തു, ഒരു ബോക്സ്. ഇത് നമ്മൾ സിങ്ക് കൊണ്ടാണ് ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയെന്ന് കരുതുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്. നമ്മൾ കുറച്ച് മാസങ്ങൾ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കളർലെസ് ആയിട്ട് മാറും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഈ സിങ്ക് കുറവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ള ആരെ കോപ്പറിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ കോപ്പർ സൾഫേറ്റ് കുറേ നാൾ വെച്ചിരുന്നാൽ അതെന്തായിട്ട് മാറും? സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ മാറുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്. കുറവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ള ആൾ കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂവിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഏത് ഡയറക്ഷണൽ റീപ്ലേസ്മെൻറ്റ് നടക്കും എന്നുള്ളത് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് പറയാൻ പറ്റും. അതുപോലെ തന്നെ ആസിഡ് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് പറയാൻ പറ്റും. ഇനി നമുക്കിത് വെച്ച് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം എഴുതിക്കോളൂ. ഗിവൺ E0 ഓഫ് ക്രോമിയം ഈസ് ഈക്വൽ ടു -0.74 വോൾട്ട് ആൻഡ് E0 ഫോർ SN ടിൻ ഈക്വൽ ടു 0.15 പോസിറ്റീവ് 0.15 വോൾട്ട് ആണ്. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഫോർ ദ സ്റ്റാൻഡേർഡ് സെൽ ഒബ്റ്റെയിൻഡ് ഫ്രം ദീസ് ടു ഇലക്ട്രോഡ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? സ്റ്റാൻഡേർഡ് സെൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതും. എന്താണ്? E0 സെൽ ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ്. ഇവിടെ ഇപ്പോൾ കാഥോഡ് എന്ന് പറയുന്നത് ടിൻ ആണെന്ന് എങ്ങനെ മനസ്സിലായി? നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ രണ്ട് സെൽ എടുക്കുന്ന സമയത്ത് ഇത് ആനോഡും ഇത് കാഥോഡുമാണ് എങ്കിൽ ആനോഡിന് എന്ന് പറയുന്നത് ഓൾവേസ് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂവും കാഥോഡിന് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂവും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണത്തിൽ ആർക്കാണ് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ? പറഞ്ഞിരുന്നു ആനോഡിന് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂവും കാഥോഡിന് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. ഇപ്പോൾ ഇവിടെ ആർക്കാ ഹൈ ഉള്ളത്? ഹൈ ഉള്ളത് പോസിറ്റീവ് വാല്യൂ 0.15. അപ്പോൾ ഇവിടെ 0.15ഉം അപ്പോൾ കാഥോഡ് 0.15 ഉള്ള ആളും നെഗറ്റീവ് 0.74 ഉള്ള ആൾ ആനോഡിലിരിക്കും. നമ്മൾ ഇക്വേഷൻ E0 സെൽ എന്തായിരുന്നു? E0 സെൽ എന്ന് പറഞ്ഞാൽ E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ് അല്ലേ? ഇതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ E0 കാഥോഡിൻ്റെ വാല്യൂ എത്രയാണ്? 0.15. അപ്പോൾ 0.15 മൈനസ് ഇടുക. ഇനി E0 ആനോഡിൻ്റെ വാല്യൂ നെഗറ്റീവ് 0.74 ആണ്. ആ നെഗറ്റീവ് അവിടെ ഇടാൻ മറക്കരുത്. നെഗറ്റീവ് 0.74. നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 0.89 വോൾട്ട് കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നേൺസ്റ്റ് ഇക്വേഷനാണ്. നേൺസ്റ്റ് ഇക്വേഷൻ എഴുതി ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഉണ്ട്, നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ സെൽ പൊട്ടൻഷ്യലും ഉണ്ട്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഒരു ഇലക്ട്രോഡിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ എന്താ? ഇലക്ട്രോഡ് Mn+n ഇലക്ട്രോൺ ഗീവ് M സോളിഡ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ ഇലക്ട്രോഡ് EMF ഇലക്ട്രോഡ് ഈസ് ഈക്വൽ ടു E0 ഇലക്ട്രോഡ് മൈനസ് RT/NF ln മോളർ കോൺസെൻട്രേഷൻ ഓഫ് M ഡിവൈഡ് ബൈ മോളർ കോൺസെൻട്രേഷൻ ഓഫ് Mn+ ആണ്. ഇവിടെ R എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T കെൽവിൻ ടെമ്പറേച്ചർ, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ, F എന്ന് പറഞ്ഞ ഫാരഡേ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ നമ്മൾ ln നാച്ചുറൽ ലോഗരിതം ln ലോഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എന്തായിട്ട് മാറും? ഈ ഇലക്ട്രോഡ് ഈക്വൽ ടു E0 ഇലക്ട്രോഡ് ഇതിൻ്റെ മുകളിലേക്ക് എടുക്കാൻ പോവാണ്. മോളർ കോൺസെൻട്രേഷൻ ഓഫ് എ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഓൾവേസ് 1 ആണ്. ഒരു സോളിഡിൻ്റെ മോളർ കോൺസെൻട്രേഷൻ ഓൾവേസ് 1 ആണ്. അതായത് കാരണം ഇവിടെ 1 ആയി. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ഇടാലോ. സോ പ്ലസ് 2.303 RT/NF ലോഗ് മോളർ കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്ന് വരും. അപ്പോൾ ഇതൊക്കെ കൂടെ ഒരു കോൺസ്റ്റൻ്റാണ്. 2.303 R എന്ന് പറഞ്ഞാൽ 8.314 T കെൽവിൻ ടെമ്പറേച്ചർ ആണ്. N എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ ഇക്വേഷനിലും. പക്ഷേ F ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഫാരഡേ കോൺസ്റ്റൻറ്റ് 96500 ആണ്. ആ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. അതാണ് ഇത്.
E0 electrode equal to E electrode equal to E0 electrode plus 0.0591 by n log molar concentration of Mn plus. ഇതാണ് നമ്മളെ ഇതിപ്പം Mn പ്ലസ് താഴെ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, മോൾ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ്. അത്രയും രണ്ടിനെയും ബോക്സിലാക്കി വെക്കുക. ഇതാണ് ഒരു ഇലക്ട്രോഡിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ നേൺസ്റ്റ് ഇക്വേഷനാണ്. അതായത് ഒരു സെല്ലിൻ്റെ, ഒരു കംപ്ലീറ്റ് സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ EMF ഓഫ് എ സെൽ എങ്ങനെയാണ് കാണാൻ നോക്കാം. അപ്പോൾ ഒരു സാധാരണ റിയാക്ഷൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? A പ്ലസ് B ഗീവ് C പ്ലസ് D. ഇതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT by NF log ഇവിടുത്തത് ഡിവൈഡ് ബൈ ഇവിടുത്തത്. ദാറ്റ് മീൻസ് മോളർ കോൺസെൻട്രേഷൻ ഓഫ് CC DD by AA/BB. ഇതാണ് നമ്മളെ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ EMF ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ EMF കാണാൻ നേൺസ്റ്റ് ഇക്വേഷൻ. നേരത്തെ പറഞ്ഞത് ഒരു ഹാഫ് സെല്ലിൻ്റെ, ഒരു ഇലക്ട്രോഡിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ ആയിരുന്നേ. ഇനി നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റാൻഡേർഡ് സെല്ല് നടക്കുന്ന റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. അവിടെ E0 Cl2ൻ്റെ വാല്യൂവും E0 കോപ്പറിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ പറയൂ ഇതിൽ ഏതായിരിക്കും ആനോഡ്, ഏതായിരിക്കും കാഥോഡ്? ഇത് നോക്കിയാൽ മനസ്സിലാവും രണ്ടും പോസിറ്റീവാണ് അല്ലേ. അപ്പം ഇത് 1.36ഉം ഇത് 0.34ഉമാണ്. അപ്പോൾ വോൾട്ട് കൂടിയതായിരിക്കും കാഥോഡിൽ, കുറഞ്ഞതായിരിക്കും ആനോഡിൽ. സോ ഇത് കാഥോഡും ഇത് ആനോഡുമാണ്. ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് E0 സെല്ലിൻ്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. E0 സെൽ എന്ന് പറഞ്ഞാൽ E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ് ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ E0 കാഥോഡ് എന്നാണ് അർത്ഥം, മൈനസ് ലെഫ്റ്റ്. നമ്മളിങ്ങനെ എഴുതുമല്ലോ, ഇങ്ങനെ സോൾട്ട് ബ്രിഡ്ജ് വെക്കും, ഇവിടെ റോഡ് വെക്കും അല്ലേ. ഇത് ആണ് റൈറ്റിൽ വരുന്ന ആര്? ഇതാണ് ലെഫ്റ്റ്. ഇതാണ് ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ലെഫ്റ്റിൽ വരിക ആനോഡും റൈറ്റിൽ വരിക കാഥോഡുമാണ്. അപ്പോൾ E0 കാഥോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് അല്ലേ, E0 ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ E0 ആനോഡാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം E0 കാഥോഡിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 1.36 മൈനസ് 0.34. അപ്പോൾ എത്രയൊക്കെ ആൻസർ കിട്ടുക? 1.02 വോൾട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സെല്ലിൻ്റെ EMF കാണുക. ഓക്കെ, സെല്ലിൻ്റെത് കാണാൻ പറഞ്ഞാൽ ഈ കാഥോഡ് മൈനസ് അല്ല E0 കാഥോഡ് മൈനസ് E0 ആനോഡ് തന്നെ ചെയ്യണം. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു വലിയ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദ സെൽ. EMF കാണാനാണ് പറഞ്ഞത്. EMF കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം, സെല്ലിൻ്റെ EMF കാണാൻ. എന്താണ് EMF കാണാനുള്ള ഇക്വേഷൻ? E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 by n log ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ബൈ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ്. ഇതാണ് നമ്മൾ ഇക്വേഷൻ, ഈ സെല്ല് കാണാനുള്ള ഇക്വേഷൻ. ഇതാണ് EMF ഓഫ് എ സെൽ. ഇനി സ്റ്റാൻഡേർഡ് EMF കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? അതാണ് E0 ആനോഡ് കാഥോഡ് മൈനസ് E0 ആനോഡ്. ഓക്കെ, അത് ഒരിക്കലും മറക്കരുത്. ഈ സെല്ല് കാണെങ്കിൽ നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യണം. E0 സെല്ല് കാണെങ്കിൽ E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് EMF ഓഫ് എ സെല്ല് കാണാനാണ്. ദാറ്റ് മീൻസ് ഈ സെല്ല് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതണം. E0 സെല്ല് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ആദ്യം E0 സെല്ല് കാണണം. E0 സെല്ല് ഇത് കാണണം. E0 സെല്ല് കാണണമെങ്കിൽ E0 കാഥോഡ് മൈനസ് ആനോഡ് കാണണം. ഇവിടെ രണ്ടിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. 1.34ഉം 1.80യുമാണ്. ഇതിൽ ആരാണ് കൂടുതലുള്ളത്? 0.80 അല്ലേ വലുത്? അത് കാഥോഡ് ആയിരിക്കും, അതിനെ ഫസ്റ്റ് എഴുതുക. ചെറുതുള്ളത് ആനോഡ് ആയിരിക്കും, സെക്കൻഡ് എഴുതാം. അപ്പോൾ നമുക്ക് 0.46 കിട്ടി. അപ്പോൾ E0 സെല്ലിന് പകരം 0.46 എഴുതുക. മൈനസ് 0.059 by n. n എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് അല്ലേ. ഇവിടെ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. Cu2+ എന്ന് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിടാ? 2 എന്ന് ഇടുക. ലോഗ് മോളർ കോൺസെൻട്രേഷൻ ഓഫ് Cu2+. അത് എത്രയാ തന്നിരിക്കുന്നത്? 0.25 ആണ്. ഡിവൈഡ് ബൈ മോളർ കോൺസെൻട്രേഷൻ ഓഫ് Ag+ൻ്റെ സ്ക്വയർ. അതെത്രയാണ്? 0.6ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 0.4646 വോൾട്ട് എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ EMF കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ.